ഇന്ന് നമുക്കൊരു അടിപൊളി ചിക്കൻ സ്റ്റൂ ഉണ്ടാക്കിയാലോ. നല്ല ടേസ്റ്റി ആയിട്ടോ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇതൊരു 50 പേർക്ക് കൊടുക്കാനുള്ള പാകത്തിനാണ് ഞാൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ 12 കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട്. ChatGPT ആയിട്ട് എനിക്ക് ഈ കണക്കൊക്കെ പറഞ്ഞു തന്നത്. അപ്പോൾ അത് കഴുകി വാരി വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വലിയൊരു ചെരുവം ഞാൻ അടുപ്പിലോട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിനി അതിലേക്ക് നെയ്യും കുറച്ച് സൺഫ്ലവർ ഓയിലും കൂടെ മിക്സ് ചെയ്തിട്ടൊന്ന് ചൂടാക്കിയിട്ട് പച്ചമുളകും ഇഞ്ചിയും ഒന്ന് വഴറ്റിയെടുത്തിട്ട് അതിലേക്ക് സവാള കനം കുറച്ച് നീളത്തിലരിഞ്ഞതും ചേർത്ത് കൊടുത്തൊന്ന് വഴറ്റാം. ബ്രൗൺ നിറമൊന്നും ആവണ്ട. അതിലേക്ക് ചിക്കൻ കഴുകി വാരി വെച്ചതും കുറച്ച് ഉപ്പും കുരുമുളക് പൊടിയും ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇളക്കിയിട്ട് ഒന്ന് ആവി വരുമ്പോഴത്തേക്കും നമുക്ക് മൂടി ഒന്ന് തുറന്നിട്ട് കുറച്ച് പച്ചമുളക് കീറിയതും പിന്നെ ഉരുളക്കിഴങ്ങും ക്യാരറ്റും ക്യൂബ്സ് ആയിട്ട് അരിഞ്ഞതും നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഉരുളക്കിഴങ്ങും ക്യാരറ്റും സെപ്പറേറ്റ് വേവിച്ചും ചേർത്ത് കൊടുക്കാം. അത് പക്ഷേ ലാസ്റ്റേ ചേർക്കാമുള്ളൂ, അല്ലെങ്കിൽ പൊടിഞ്ഞു പോകും. നമുക്ക് ഇതിൽ രണ്ടാം പാലിൽ വേണം ഇതെല്ലാം വേവിച്ചെടുക്കാൻ. ചിക്കൻ ഒട്ടും വെന്തിട്ടില്ലായിരുന്നു കേട്ടോ. ഇപ്പോൾ നമ്മൾ മൂടി വെച്ചിട്ട് ചിക്കനും ക്യാരറ്റും ഉരുളക്കിഴങ്ങൊക്കെ ഒന്ന് ചെറുതായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമുക്ക് ഫ്രഷ് ക്രീം ഒരു 1.5 ലിറ്റർ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഫ്രഷ് ക്രീം അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമായിട്ട് എന്തോരം ചേർക്കണമെന്ന്. ഫ്രഷ് ക്രീം ചേർത്തിട്ട് സ്റ്റൂ ഉണ്ടാക്കി ഭയങ്കര ടേസ്റ്റ് കേട്ടോ. 50 പേരുടെ ആയതുകൊണ്ടാണ് ഞാൻ 1.5 ലിറ്റർ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ദേ നന്നായിട്ട് തിള വരുന്നുണ്ട്. ഈ ഒരു സമയത്ത് നമുക്ക് 2 കവർ പശുവിൻ പാൽ, ഞാൻ മിൽമയുടെ കവർ പാലാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് നാടൻ പാലൊക്കെ കിട്ടുവാണെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം. അതും കൂടെ ചേർത്തിട്ട് നമുക്കൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇനി കുറച്ചും കൂടെ നന്നായിട്ട് തിള വരട്ടെ. ആ സമയത്ത് നമുക്ക് കുരുമുളക് ഒന്ന് ചതച്ചത് ഒന്ന് ക്രഷ് ചെയ്തത് ഒന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുകൂടി ചേർത്തിട്ട് നമുക്ക് നന്നായിട്ട് ഇതൊന്ന് കുറുകുന്ന വരെ ഒന്ന് വേവിക്കാം. കുറുകി നന്നായിട്ട് ആ ഒരു ഇതെല്ലാം പറ്റി വരുമ്പോഴത്തേക്കും നമുക്ക് തേങ്ങയുടെ 1-ാം പാൽ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഇപ്പോൾ സ്റ്റൂ നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. തേങ്ങയുടെ 1-ാം പാൽ ചേർത്ത് കൊടുക്കുന്ന വീഡിയോ എൻ്റെ കയ്യിൽ നിന്ന് സ്കിപ്പായിപ്പോയി കേട്ടോ. പിന്നെ നെയ്യിൽ വറുത്ത അണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ ചേർത്ത് കൊടുക്കാം. ഇത് നമ്മുടെ സ്റ്റൂ റെഡി ആയിട്ടുണ്ട്. ഫ്ലെയിമൊക്കെ ഓഫാക്കാം. നമുക്കിത് ഒരു സ്ഥലത്ത് കൊണ്ടുപോയി കൊടുക്കാനാണ്. ആരോരും ഇല്ലാത്ത അമ്മമാർക്ക് വേണ്ടി തയ്യാറാക്കിയതാട്ടോ ഞാൻ. അപ്പോൾ അവർ അധികം എരിവൊന്നും കഴിക്കില്ല. അപ്പോൾ ഞാൻ എപ്പോഴും ഇങ്ങനെ സ്റ്റൂ ആണ് റെഡിയാക്കുന്നത്. ഇതിൻ്റെ ഒപ്പം അപ്പമാണ് തയ്യാറാക്കിയിരിക്കുന്നത്. നമുക്ക് അവിടെ ചെന്നിട്ടുള്ള വീഡിയോയൊന്നും അങ്ങനെ എടുക്കാനൊന്നും പാടില്ല. അതുകൊണ്ടാണ് ഞാൻ ഇതിൻ്റെ ഒപ്പം അതൊന്നും ചേർക്കാത്തത്. അവിടെ ചെന്ന് ഓരോരുത്തരുടെ കഥകളൊക്കെ കേട്ടുകഴിഞ്ഞാൽ നമുക്ക് സങ്കടം വരും കേട്ടോ. മാനസിക വൈകല്യമുള്ള കുറേ അമ്മമാരുണ്ട്. ചിലർക്കൊരു പ്രശ്നമില്ല, വീട്ടിൽ നോക്കാനൊന്നും പറ്റാത്തവരൊക്കെ ഹോസ്പിറ്റലിൽ ചികിത്സയ്ക്കൊക്കെ കൊണ്ടുവന്നിട്ട് അവരവിടെ ഇട്ടിട്ടൊക്കെ പോവും. അപ്പോൾ അവരിവിടെ കൊണ്ടുവന്ന് അവിടെ താമസിപ്പിച്ചേക്കുവാണ്. അപ്പോൾ അങ്ങനെ ഒരു അമ്മയുടെ കഥ കേട്ടപ്പോൾ എനിക്ക് ശരിക്കും സങ്കടം വന്നു കേട്ടോ. അവർക്ക് മാനസിക വൈകല്യം ഉണ്ടെന്ന് അറിഞ്ഞപ്പോൾ നല്ലൊരു ഫാമിലി പെട്ടതായിരുന്നു. അപ്പോൾ ഹസ്ബൻഡ് ഉപേക്ഷിച്ചിട്ടൊക്കെ പോയി. അപ്പോൾ മോനാണെങ്കിലും ജോലിയൊക്കെ ചെയ്യുക. അപ്പോൾ ആക്കിയിട്ട് പോകുമ്പോൾ അമ്മ ഇറങ്ങിയൊക്കെ പോവും, കാണാതെയൊക്കെ പോകും. അപ്പോൾ അതുകൊണ്ട് അവർക്ക് നോക്കാൻ പറ്റാത്തതുകൊണ്ട് ഇവിടെ കൊണ്ടുവന്ന് ആക്കിയേക്കുവാണ്. അപ്പോൾ അതൊക്കെ കേട്ടപ്പോൾ സങ്കടം വന്നു. അപ്പോൾ അങ്ങനെയുള്ളവരെയൊക്കെ ഒന്ന് പോയി കാണുകയോ വിസിറ്റ് ചെയ്യുകയൊക്കെ ചെയ്താൽ നമുക്കും നമ്മുടെ പ്രശ്നങ്ങളൊന്നും ഒന്നുമല്ല എന്നൊക്കെ തോന്നും. അങ്ങനെ ഓക്കെ. നമ്മൾ കൊണ്ടുപോകാൻ നേരത്തെ നന്നായിട്ട് ക്ലിങ് റാപ്പൊക്കെ ഇട്ട് കവർ ചെയ്തില്ലെങ്കിൽ പുറത്തേക്കൊക്കെ തുളുമ്പി പോവും. അപ്പോൾ അതുകൊണ്ട് നന്നായിട്ട് ഇത് കവർ ചെയ്യണം. അപ്പോൾ സൂക്ഷിച്ചു കൊണ്ടുപോകണമല്ലോ. അപ്പോൾ അവിടെ ചെന്ന് സ്റ്റൂ ഒക്കെ കഴിച്ചപ്പോൾ അമ്മമാരൊക്കെ നല്ല അഭിപ്രായം പറഞ്ഞു, താങ്ക്സ് ഒക്കെ പറഞ്ഞു. ഞാൻ എന്നോട് നന്ദിയൊന്നും പറയണ്ട, അതിൻ്റെ ആവശ്യമൊന്നുമില്ല എന്നൊക്കെ ഞാനിങ്ങനെ പറഞ്ഞു. പക്ഷെ അതൊന്നും വീഡിയോ എടുത്ത് നമുക്ക് ഇടാനൊന്നും പറ്റത്തില്ല. അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ.